ഹലോ ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ധോത്തി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം. സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് രണ്ട് എഡ്ജസും കൂടെ സെൻറ്ററിലോട്ട് കൊണ്ടുവരിക. അതാണ് അതിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതുപോലെ മടക്കി കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊന്നുകൂടെ നീർത്തിയിടണം. നീർത്തിയിട്ടിട്ട് രണ്ട് എഡ്ജസും ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക. സെൻറ്ററിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കാം. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ധോത്തി പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഒരു വൺ സൈഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തേക്കുള്ളത് അതുപോലെ ഇങ്ങനെ വെക്കുക. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പിൻ ചെയ്തിട്ട് കാണിക്കാം. അതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് പിൻ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ രണ്ട് സൈഡും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാനിത് ഒന്ന് ഇതുപോലെ ഈ വേസ്റ്റ് ബാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഓക്കെ, മറ്റേ സൈഡ് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ സെയിം വേയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് അതുപോലെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ
മറ്റേ നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. പാൻറ്റിൻ്റെ സെൻറ്ററും വേസ്റ്റ് പാൻറ്റിൻ്റെ ഒരു സൈഡിൻ്റെ സെൻറ്ററും സെയിം ആയിട്ട് വരണം. അതുപോലെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷനിൽ ഓൾ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ മറ്റേ സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ 2 കാലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേസ്റ്റ് ബാൻഡിലോട്ട് നമുക്കൊന്ന് പിടിപ്പിക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശവും അതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നല്ല വശവും എന്നാൽ മാത്രമേ വരുള്ളൂ. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും തുന്നൊക്കെ അഴിച്ച് നല്ല ബുദ്ധിമുട്ടായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ മറ്റേ പാൻറ്റും കൂടെ ഒന്ന് അതുപോലെ അത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇതിൻ്റെ ഒരു സീറ്റ് നമ്മൾ കൂട്ടിക്കൊടുത്തിട്ടില്ല. സീറ്റ് കൂട്ടിക്കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനത് വിട്ടുപോയതാണ്. അതുപോലെ സീറ്റ് രണ്ടും സീറ്റ് ലെങ്ത്ത് രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാനത് ഓർത്തത്. അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം ഫുൾ വേസ്റ്റ് ബാൻഡ് നമ്മൾ പാൻറ്റിൽ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മറ്റേ സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ ഇനി അതിനൊപ്പം മടക്കി തയ്ച്ചാലും കുഴപ്പമില്ല. നമ്മുടെ പാൻറ്റിന് നമ്മൾ കയറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് അതുപോലെ സൈഡ് നമ്മളൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. ഞാനിവിടെ എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ വക്കൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. എലാസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കയറ് വെക്കുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ അതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഈ വേസ്റ്റ് ബാൻഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഏത് എലാസ്റ്റിക്കാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വിഡ്ത്ത് എടുക്കുക. ഇതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ വെക്കുന്നത്. അതിനനുസരിച്ചുള്ള വിഡ്ത്തല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒത്തിരി ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്, വീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 + 1.5 ഒരു 3 + ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പിനും വേണ്ടിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 4 ഇഞ്ചിൽ നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം പാർട്ടും കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ചെറുതാക്കി മടക്കി തയ്ച്ചു കൊടുക്കുക. ഇത് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കരുത്. ലൂസാക്കി വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ സ്റ്റിച്ച് നന്നായിട്ട് വരില്ല.
ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അലാസ്റ്റിക് പിടിപ്പിക്കാം. അലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ബാൻഡിനെക്കാട്ടിലും ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുക. അതുപോലെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. 1 ഇഞ്ച് വേണമെന്ന് 1 ഇഞ്ച് ഓക്കെ, അല്ലെങ്കിൽ ഒരു അര ഇഞ്ച്, കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് എടുത്താലും മതി. ഞാനിവിടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഇവിടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരു ഹാഫ് ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ പാൻറ്റിൽ ഇത് ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ പാൻറ്റിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ കയറൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ, പാൻറ്റിൻ്റെ കയറൊക്കെ നമ്മൾ പിന്ന് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി എക്സ്ട്രാ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് ഉണ്ടല്ലോ, ഇത് നല്ല ലൂസാണ്. ഞാൻ കുറച്ച് വീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മളിതിൻ്റെ ഈ ഒരു അറ്റം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അത് അവിടെ നിന്ന് അലാസ്റ്റിക് അവിടെ നിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത് അലാസ്റ്റിക് സെൻറ്ററിലോട്ട് ആക്കിയിട്ട് വേണം, ഇതിങ്ങനെ ലൂസിൽ എടുക്കുന്നുണ്ടെങ്കിൽ സെൻറ്ററിലോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് മുകളിലും താഴെയും 2 സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്കിതിൻ്റെ മുകൾ വശവും അടിവശവും ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ മുകൾ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ മുന്നേ നമ്മൾ 2 സൈഡും കൂടെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. എന്നാൽ ഈ തുണിയും എലാസ്റ്റിക്കും കൂടെ ഒരുമിച്ച് വരുള്ളൂ. അതുപോലെ ഒരുമിച്ച് അപ്പം നമ്മുടെ വേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും കൂടെ ഒന്ന് കൂട്ടി അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക.
ആ സീറ്റ് ലെങ്ത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പാൻറ്റിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ നിവർത്തി കൊടുക്കാം. നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ അലാസ്റ്റിക്കിൻ്റെ അതിങ്ങനെ നമ്മുടെ മേല് കുത്തും. കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഒന്നും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഒരു വൃത്തിയും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് കുത്തുകയും ചെയ്യില്ല. ഇനി നമ്മളിതിങ്ങനെ സെൻറ്ററിൽ പിടിച്ച് നേർത്തി വെച്ചതിന് ശേഷം പാൻറ്റിൻ്റെ 2 സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഞാൻ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതപ്പം നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ധോത്തി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.